ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വേഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ മാങ്ങ ഇഞ്ചി കൊണ്ടുള്ളൊരു അച്ചാറാണ് തയ്യാറാക്കാൻ പോണത്. തൊടിയിൽ പോയപ്പോൾ ഒരു ചെടി വലിച്ചപ്പോൾ ഇത്രയും മാങ്ങ ഇഞ്ചി കിട്ടി. അതിൽ നിന്ന് കുറച്ച് മാത്രം, ഏതാണ്ട് 1/2 കിലോളം വരും. അത്രയും മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നതിന്. അതിനൊക്കെ ആവശ്യമുള്ളതാണ് 2 ചെറുനാരങ്ങ പറഞ്ഞാൽ അതിൻ്റെ നീരെടുത്ത് വെക്കണം. 2 ചെറുനാരങ്ങയുടെ നീര്, പിന്നെ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം പെരുങ്കായം എടുത്തിട്ടുണ്ട്, ഇതിനെ വറുത്ത് പൊടിച്ചെടുക്കണം. പിന്നെ താളിപ്പിനാണ് 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ. ഇനി നമുക്കിതിനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ശരിയാക്കിയിട്ട് വരാം. മാങ്ങ അരിഞ്ഞ് ഞാനിതവിടെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ആ 2 നാരങ്ങയുടെ നീരും 2 സ്പൂൺ ഉപ്പും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും അരിഞ്ഞ് വെള്ളമായിട്ടുണ്ട്, നാരങ്ങ നീരും ചേർന്ന് ഇതൊക്കെ ഒരു 15 നിമിഷം ഞാനിങ്ങനെ വെച്ചതാണ്. ഇനി നമുക്കിത് റെഡിയാക്കാം. ഞാൻ എൻ്റെ അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കായം വറുത്ത് പൊടിച്ചതിൻ്റെ പൊടികളാണ് കാണുന്നത്. കായം ഇവിടെ വറുത്ത് പൊടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കടുകും മുളകും ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. അത് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഈ മുളക് പൊടി എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിയാതിരിക്കാൻ പെട്ടെന്ന് തന്നെ വെച്ചിട്ട് അതിൽ തന്നെ ഈ മാങ്ങ ഇഞ്ചി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങാഞ്ചിയുടെ ഗുണവും അതിൻ്റെ രുചിയും പലർക്കും അറിയില്ല. അതുകൊണ്ട് ആരും ഇത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാറില്ല. കുറച്ച് പേർക്കൊക്കെ അറിയാം, പക്ഷെ കൂടുതൽ ആൾക്കാരും ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതിലേക്ക് ആ കായം പൊടിച്ചത് കൂടി ചേർത്തി കൊടുക്കാം. നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് ഏറ്റവും രുചികരം. നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ ദിവസം ഉപയോഗിക്കാം. ഇന്ന് തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങാം. നിങ്ങൾക്ക് വിനാഗിരി ചേർത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ കേടുവരാതെ കുറേ കാലം പുറത്ത് വെച്ചിട്ട് സൂക്ഷിക്കണമെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വിനാഗിരി ഒന്നും ചേർത്തൊന്നുമില്ല. നമ്മുടെ മാങ്ങ ഇഞ്ചി അച്ചാർ ഇവിടെ റെഡിയാണ്. വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.